ഇനീഷ്യലി കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ഒരു വലിയ മാർക്കറ്റിലൂടെ ദയവേദിട്ട് പോകരുത്. ഞങ്ങളിപ്പോ ഒരു 2 months ആയി മാർക്കറ്റില്. ഞാൻ എന്റെ ഒരു ഫ്രണ്ടോട് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് ശരി, 2 months ആയിട്ടുള്ളൂ. കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനാണ് ഇപ്പൊ മെയിൻ ഫോക്കസ്. ഞാൻ ജസ്റ്റ് ഒരു സജഷൻ ആയിട്ട് പറയട്ടെ, അതായത് ഇനീഷ്യലി കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ഒരു വലിയ മാർക്കറ്റിലൂടെ ദയവേദിട്ട് പോകരുത്. ഫസ്റ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുവിധം ഇവിടുത്തെ കമ്പനീസ് ഒക്കെ ഫെയിൽ ആയി പോകുന്ന ഒരു മെയിൻ റീസൺ ആണത്. സ്റ്റാർട്ട് ചെയ്ത ഉടനെ 2-3 മാസത്തിനുള്ളിൽ തന്നെ ഒരു വലിയ മാർക്കറ്റിങ്ങിലൂടെ ഇറങ്ങും. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ക്യാമ്പയിനിങ്, മെറ്റ ആഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം കമ്പനിയുടെ ഒരു ബേസ് റെഡിയാക്കുന്ന ഒരു കുറച്ച് സ്ട്രക്ചർ ഉണ്ട്. വൈഡ് റേഞ്ച് ഓഫ് മാർക്കറ്റിംഗ് ഇറങ്ങുന്നതിന് മുന്നേ കുറച്ച് പേർക്ക് ഒരു സ്മോൾ ഗ്രൂപ്പിന് നമ്മളെ പ്രോഡക്റ്റ് സർവീസ് എത്തിച്ചു കൊടുക്കാം. എന്നിട്ട് അവർക്കത് ഓക്കെ ആവുന്നുണ്ടെങ്കിൽ മാത്രമേ വൈഡ് റേഞ്ച് ഓഫ് മാർക്കറ്റിംഗ് ഇറങ്ങാൻ പാടുള്ളൂ. മറ്റേത് നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ട് കുറേ പേര് നമ്മളെ പ്രൊഡക്റ്റ് സർവീസ് വാങ്ങിയിട്ട് അവർ പറയും 5 പൈസക്കില്ല, അതുപോലെ മാർക്കറ്റിംഗ് മാത്രം അടിപൊളി, പ്രൊഡക്റ്റ് 5 പൈസക്കില്ല എന്ന് പറയും. സോ ആദ്യം കുറച്ച് പേർക്ക് നമ്മൾ പ്രൊഡക്റ്റ് നല്ലപോലെ എത്തിച്ചു കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഒരു 10-20 പേര് നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അവർ ഫീഡ്ബാക്ക് പറയും, ഇന്ന കാര്യങ്ങൾ ഇതിൽ ബെറ്റർ ആക്കാം, ഇന്ന കാര്യങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കാം, ഈ കാര്യങ്ങൾ ആഡ് ചെയ്യാം. അതിനുശേഷം ഫൈനൽ പ്രൊഡക്റ്റ് ആയി എന്ന് കൺഫേം ആയതിനു ശേഷം മാത്രമേ നല്ല റേഞ്ച് ഓഫ് മാർക്കറ്റിംഗ് ഇറങ്ങാൻ പാടുള്ളൂ. അത് ഇറങ്ങുമ്പോഴും നമുക്ക് അതിനുള്ള ഓപ്പറേഷണൽ സ്ട്രക്ചർ വേണം. കാരണം ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ബിഗ് മാർക്കറ്റിംഗ് പ്ലാനൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കുറേ പേര് നമ്മളെ അപ്രോച്ച് ചെയ്യും പ്രൊഡക്റ്റിനൊക്കെ വേണ്ടിയിട്ട്. ആ സമയത്ത് അവർക്ക് മെസ്സേജ് അയക്കാനുള്ള സിസ്റ്റം, അവർക്ക് പ്രോപ്പർലി റെസ്പോണ്ട് ചെയ്യാനുള്ള സിസ്റ്റം, അവർക്ക് പെട്ടെന്ന് ഓർഡർ കൊടുത്ത് അവരടുത്ത് പ്രോപ്പർലി ഡെലിവറി ചെയ്യാനുള്ള സിസ്റ്റം, ഇതൊക്കെ ഓക്കെ ആണെന്നുള്ള കംപ്ലീറ്റ് ക്ലാരിറ്റി വേണം. അതായത് ബേസ് റെഡി ആക്കാണ്ട് ഒരു വൈഡ് റേഞ്ച് ഓഫ് മാർക്കറ്റിംഗ് ഇറങ്ങരുത്. കമ്പനി നല്ലപോലെ പാളിപ്പോകും.